14 ഒക്ടോബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് SC ഡെലിവേഴ്സ് സ്പ്ലിറ്റ് വേർഡിക്റ്റ് ഓൺ കർണാടക ഹിജാബ് ബാൻ. എല്ലാവർക്കും കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പ്രശ്നം അറിയായിരിക്കും. കാരണം ഹിജാബ് ധരിച്ച അല്ലെങ്കിൽ സ്കാർഫ് തട്ടം ധരിച്ച കുട്ടികളെ എന്താ പറയുക യൂണിഫോമുമായി ബന്ധപ്പെട്ട അറ്റയർ അല്ല അത് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കയറ്റുന്നതൊക്കെ ബാൻ ചെയ്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു 2 ജഡ്ജ് ബെഞ്ച് ഫോം ചെയ്തിരുന്ന ആ കാര്യത്തിൽ ഹിജാബ് യൂണിഫോമിൻ്റെ ഭാഗമാണോ അല്ല ഫ്രീഡം ഓഫ് റൈറ്റ് എന്ന രീതിയിൽ സ്വാതന്ത്ര്യമുണ്ടോ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വരാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 ജഡ്ജ് ബെഞ്ച് ഈ കാര്യം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. അതിൽ സ്പ്ലിറ്റായിട്ടുള്ള എന്താ പറയുക ഡിസിഷൻസാണ് 2 ജഡ്ജസിനുള്ളത്. അതായത് 2 പേർക്കും ഡൈവർജൻ്റ് ആയിട്ടുള്ള വ്യത്യാസമുള്ള 2 കാഴ്ചപ്പാടാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയത് വലിയൊരു ബെഞ്ചിലേക്ക്, കുറച്ചുകൂടെ ജഡ്ജസ് ഉള്ള ബെഞ്ചിലേക്ക് മാറ്റാനാണ് തീരുമാനം. അപ്പോൾ ഒരാൾ പറയുന്നത് റൈറ്റ് ടു എക്സ്പ്രസ് ഹെർസെൽഫ് ബൈ വിയറിങ് ഹിജാബ് സ്റ്റോപ്സ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, അത് ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടതാണെന്നാണ് ഒരാൾ പറയുന്നത്. മറ്റേത് വിയറിങ് എ ഹിജാബ് ഷുഡ് ബി സിംപ്ലി എ മാറ്റർ ഓഫ് ചോയ്സ്. ഇറ്റ് മേ ബി ഓൺലി വേ ഹെർ കൺസർവേറ്റീവ് ഫാമിലി വിൽ പെർമിറ്റ് ഹെർ ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ചില സമയത്ത് കൺസർവേറ്റീവായ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. കാരണം ഇങ്ങനെ കൺസർവേറ്റീവായ ആൾക്കാർ ചിലപ്പോൾ ഈ ഹിജാബ് ധരിച്ചാൽ മാത്രമേ സ്കൂളിലേക്ക് വിടുള്ളൂ. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ അത് ബാധിക്കും എന്ന 2 ഡിഫറൻറ്റ് സ്റ്റാൻസാണ് ഇതിലെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ലോങ്ങർ ബെഞ്ചിലേക്ക് ഇതിലേക്ക് ഈ പറഞ്ഞ കേസ് മാറ്റുമെന്നാണ് ആദ്യത്തെ ന്യൂസ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഹെവി ഡൗൺ പോർ ബ്രിങ്സ് ഹൈദരാബാദ് ടു ഇറ്റ്സ് നീസ് എന്നാണ്. Wednesday's rainfall wreaked havoc on Telangana's capital, with several roads getting submerged and leaving vehicle users stranded. Flood water entered several homes in many localities. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിഭീകരമായ മഴ കാരണം ഒരുപാട് അഡ്വേഴ്സ് എഫക്ട്സ് ഹൈദരാബാദിൽ ഉണ്ടായെന്നാണ് പറയുന്നത്. തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. അപ്പോൾ ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിലും നോർമൽ സിറ്റീസിലാണെങ്കിലും നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്താൽ തന്നെ അതിഭീകരമായ ഫ്ലഡിങ്ങും മറ്റു കാര്യങ്ങളും. അപ്പോൾ റെയിൻഫോൾ കൂടുതലായിരുന്നു. അപ്പോൾ ആവറേജ് റെയിൻഫോൾ നമ്മുടെ മൺസൂണുമായി ബന്ധപ്പെട്ടു അല്ലാതെയും സെൻട്രൽ സൗത്ത് ഇന്ത്യയിൽ നല്ലോണം കൂടുതലായിരുന്നു ഈ വർഷം എന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ 2 കാര്യങ്ങൾ സ്റ്റാൻഡ് ഔട്ടായിട്ട് ആലോചിക്കേണ്ടത്, ഒന്ന് ടൗൺ പ്ലാനിങ്, എത്രമാത്രം എഫക്റ്റീവാണ് നമ്മുടെ ടൗൺ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ റോഡുകളുടെ ഇടയിലുള്ള സീവേജ് കനാൽസ്, അതുപോലെ ഡ്രെയിനേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എത്രമാത്രം സയൻറ്റിഫിക്കാണ്. കാരണം ഒരു മഴ പെയ്താൽ തന്നെ സിറ്റി മുഴുവൻ ഫ്ലഡഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യമൊന്നും ശരിക്കും സീരിയസ്ലി അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ടതാണ്. 2 എന്ന് പറയുന്നത് ഇതിൻ്റെ കാലാവസ്ഥയുടെ വ്യതിയാനം. അത് നമുക്ക് എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള സൊല്യൂഷൻ, ലോങ് ടേം സൊല്യൂഷൻ, ലോങ് വിഷൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഗ്ലോബൽ ചേഞ്ച്, റൈസിങ് ഓഫ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അൺഈവൺ റെയിൻഫോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇന്ന് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിജാബ് കേസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടകത്തിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നടന്നായിരുന്നു. അപ്പോൾ ഹെഡ് സ്കാർഫ് ധരിച്ച പെൺകുട്ടികളെ സ്കൂളിൽ കയറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് പഠനം തുടരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം, അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസാണ് ഹിജാബ് കേസ്. അപ്പോൾ അതിൽ വിധി വന്നിരിക്കുകയാണ്. ഏത് തരത്തിലാണ് വിധി, എന്താണ് അതിൻ്റെ ഡിസ്കഷൻ പോയിൻറ്റ്സ്, എന്തായിരുന്നു ജഡ്ജസിൻ്റെ അഭിപ്രായം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SC verdict on the headscarf case should not lead to denial of educational rights എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും എന്ത് തന്നെ വിധി വന്നാലും ശരി ഈ പറഞ്ഞ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റൈറ്റ്സ് അതുമായി ബന്ധപ്പെട്ട് തകരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 2 തരം അഭിപ്രായമാണ് 2 ജഡ്ജസ്. ഇതൊരു 2 അംഗ ബെഞ്ചായിരുന്നു ഈ വിധി പുറപ്പെടുവിച്ചത്. അപ്പം അവർക്ക് 2ഉം വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് ഈ ഹിജാബ് കേസിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. വേർഡ് സെക്യുലർ എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ചേർത്തിരിക്കുന്നത്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സെക്യുലറിസത്തിൻ്റെ പ്രത്യേകത എന്താ, പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് പറയുന്നത്. എന്താണ് പോസിറ്റീവ് സെക്യുലറിസം, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് സെക്യുലറിസം എന്ന് പറയുന്നത്? വെസ്റ്റേൺ കൺട്രീസ് പ്രൊഫസ് ചെയ്യുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് നെഗറ്റീവ് സെക്യുലറിസം ആണെന്ന് പറയുന്നത്. എന്താണ് നെഗറ്റീവ് സെക്യുലറിസം? നെഗറ്റീവ് സെക്യുലറിസം എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഈസ് കംപ്ലീറ്റ്ലി അലിനേറ്റിംഗ് ഓർ ഹാവിങ് നോ റിലേഷൻ വിത്ത് ദ റിലീജിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ്. റിലീജിയനുമായിട്ട് സ്റ്റേറ്റിന് യാതൊരു ബന്ധമില്ലാത്ത ഫുള്ളി കട്ട് ഓഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ത് നെഗറ്റീവായിട്ടുള്ള സെക്യുലറിസം. പോസിറ്റീവ് സെക്യുലറിസം മറിച്ച് എന്താണ്, എല്ലാ മതങ്ങളും ഈക്വലി പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈക്വലി കാണുന്ന എല്ലാം ഒരുപോലെയാണെന്നും അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ
സ്റ്റേറ്റ് ബാധകമാണെന്നൊക്കെയാണ് പോസിറ്റീവ് സെക്യുലറിസം. ഇന്ത്യ പ്രൊഫസ് ചെയ്യുന്ന പോസിറ്റീവ് സെക്യുലറിസമാണ്. അങ്ങനെ ഇരിക്കെ മൈനോറിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് റിലീജിയൻസിൻ്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഉള്ളതാണ്. അതിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡേറ്റഡ് റൈറ്റ്സും നിലനിൽക്കെ തന്നെ ഇങ്ങനൊരു കാര്യം എന്തൊക്കെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം അതെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതെ, അങ്ങനെയാണല്ലോ. കാരണം ഹിജാബ് ധരിച്ച് വരുന്ന കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രിഞ്ച്മെൻ്റ് ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. പിന്നെ റൈറ്റ് ടു ഫ്രീഡമാണ് സ്കാർഫ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിൻ്റ് നോക്കാം. റിജക്റ്റിംഗ് ദ ഐഡിയ ദാറ്റ് ഹിജാബ് കുഡ് ബി വോൺ ഇൻ അഡീഷൻ ടു ദ യൂണിഫോം has held that permitting one community to wear religious symbols to class will be antithesis of secularism. സെക്യുലറിസത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം മതത്തിൻ്റെ റിലീജിയസ് സിംബൽസ് എടുത്ത് ഉപയോഗിക്കുന്നതും അത് ഉപയോഗിച്ചൊരു ക്ലാസ്സിൽ വരുന്നതും എന്താണ്? അത് ഈ പറഞ്ഞ പോലെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിജാബിൻ്റെ ഐഡിയ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അടുത്ത വ്യൂ എന്ന് പറയുന്നത് ധൂലിയ എന്ന് പറഞ്ഞ ജഡ്ജി പറഞ്ഞിരിക്കുന്നത്, ഓൺ ദ അതർ ഹാൻഡ് ഹാസ് റൂൾഡ് ആസ്കിംഗ് ടു റിമൂവ് ദ ഹെഡ് സ്കാർഫ് അറ്റ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗേറ്റ് ഇസ് എൻ ഇൻവേഷൻ ഓഫ് ദ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി. ഗേറ്റിൻ്റെ അറ്റത്ത് നിന്ന് ഈ പറഞ്ഞ ഹിജാബ് മാറ്റണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രൈവസിയിലേക്കുള്ള ഇൻട്രൂഷനാണെന്നും ഡിഗ്നിറ്റി തകർക്കലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് ചെയ്യുന്നത്? ഈ വെദർ ദ ഹിജാബ് ഈസ് ഗോയിങ് ടു ബി യൂസ് ടു ഡിനേ ഗേൾസ് സ്റ്റുഡൻസ് ദർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഹിജാബിൻ്റെ കേസ് വന്നു, അതിൻ്റെ ഡിസ്കഷൻ വന്നു, പക്ഷേ കുട്ടിക്ക് എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അത് വളരെ ഫണ്ടമെൻ്റലായിട്ട് ഒരു റൈറ്റാണ്. പക്ഷേ അത് ഈ പറഞ്ഞ ഹിജാബിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന വ്യൂ പോയിൻ്റ് വർക്കുണ്ട് ധൂലിയ എന്ന് പറഞ്ഞ ജഡ്ജിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കോൺട്രവേഴ്ഷ്യലാണ്. കാരണം രണ്ടുപേരും വേറെ വേറെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണ്? രണ്ടംഗ ബെഞ്ചിൽ നിന്നും കേസ് എവിടെ പോവും? തൊട്ട് മുകളിൽ, അതായത് കുറച്ചും കൂടെ കൂടുതൽ വിപുലീകരിക്കപ്പെട്ട ഒരു ബെഞ്ചിലേക്ക് പോയി കേസ് വിധിക്ക് വേണ്ടി പോകും എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ഗുപ്ത മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഹാസ് ഫോർഗ്രൗണ്ടഡ് ഈക്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഇൻ എസെൻഷ്യൽ ഹോൾമാർക്സ് ഓഫ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സെക്യുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ആ സ്കൂൾ അതോറിറ്റി പറയുന്നതാണ് എന്നാണ് പറയുന്നത്. ആ സ്കൂൾ അതോറിറ്റി പറയുന്ന യൂണിഫോം, ആ സ്കൂൾ അതോറിറ്റി പറയുന്ന ഡിസിപ്ലിൻ, അത് എല്ലാ മതക്കാരും ഒരുപോലെ പാലിക്കേണ്ടതാണ്. ആ സമയത്ത് ഈ പറഞ്ഞ സ്കാർഫ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്താ? അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ ആ ഡൈവേഴ്സിറ്റി എന്താണ്? ഇവിടെ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. ഇവിടെ രണ്ട് തരം വ്യൂസാണ് ഉള്ളത്. ഒന്ന് ഹിജാബിനെതിരെ, ഒന്ന് ഹിജാബിന് അനുകൂലമായിട്ടും. ഹിജാബിന് അനുകൂലം എന്നല്ല, പക്ഷേ മറ്റ് കാര്യങ്ങൾ കൂടി, അതായത് റൈറ്റ് ടു പ്രൈവസിയും റൈറ്റ് ടു ഡിഗ്നിറ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഒക്കെ മാനിക്കണം എന്നതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത്. മറ്റേത് ഡിസിപ്ലിനും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെഗുലേഷൻസും അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും കുട്ടികൾ ആസ് സച്ച് ഒരുപോലെ ഫോളോ ചെയ്യേണ്ട യൂണിഫോമും അതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാതരം ഓർഡേഴ്സും ആണ് ഒരു സൈഡിൽ പറയുന്നത്. അതൊരു സെക്യുലർ കൺട്രിക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലാർജർ ബെഞ്ചിലേക്ക് വിടുകയോ അതുപോലെ തന്നെ വിധി പിന്നീട് വരികയൊക്കെയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അത് ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതൊരിക്കലും തടയാൻ പാടില്ല എന്നതാണ്. അപ്പോൾ അതിനെന്ത് വേണം? റീസണബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ വേണം എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും വെയർ, അതായത് ഇപ്പോൾ സ്കാർഫോ ഹിജാബോ അങ്ങനെയുള്ള സാധനങ്ങൾ, റിലീജിയസ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങൾ അവരുടെ യൂണിഫോം, കോർ യൂണിഫോമായിട്ട് ആൾട്ടർ ചെയ്യാത്തതാണെങ്കിൽ റീസണബിളായിട്ട് അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ റീസണബിൾ അക്കോമഡേഷൻ ഷുഡ് ബി ദ കോഴ്സ് ആസ് ലോങ് ആസ് ദ ഹിജാബ് ഓർ എനി വെയർ റിലീജിയസ് ഓർ അതർവൈസ് ഡസ് നോട്ട് ഡിട്രാക്ട് ഫ്രം ദ യൂണിഫോം. അപ്പോൾ സ്കൂളിൻ്റെ റെഗുലേഷൻസ്, യൂണിഫോം അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഈ ഹിജാബോ മറ്റ് കാര്യങ്ങളോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇത്തിരി അക്കോമഡേറ്റ് ചെയ്യണം, ഇത്തിരി ആൾട്ടർ ചെയ്യണം, അമെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതും കൂടി ഉൾപ്പെടുത്തണം. കാരണം അവരുടെ റൈറ്റ് ടു പ്രൈവസിയും ഫ്രീഡം ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു റീസണബിൾ അക്കോമഡേഷൻ വേണം എന്നാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറഞ്ഞു നിർത്തുന്നത്. സോ അതെന്തുകൊണ്ടാണത്? ഇൻക്ലൂസീവായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. ആൾക്കാരെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം. കൺവെൻഷണൽ പാരൻസ് ഹിജാബ് ധരിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതിരിക്കരുത്. അപ്പോഴെന്താവും? നോൺ ഇൻക്ലൂസീവായിട്ടുള്ളൊരു പോളിസി ആയി പോകും. അപ്പോൾ ഗവൺമെൻറ്റും ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എന്താണ് ആലോചിക്കേണ്ടത്? കുട്ടികളെ മാക്സിമം എൻറോൾ ചെയ്യാനും അവർ പഠിക്കാനും, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അങ്ങനെ, അതായത് ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നവരെ ഇപ്പോൾ എംപവർ ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ
ഇൻക്ലൂസീവ് അല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ ചെറിയ കാരണങ്ങൾ കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പുറത്ത് ആക്കരുത്. കാരണം കൺവെൻഷണൽ ഫാമിലീസ് പൊതുവേ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. കാരണം അവർ ഈ പറഞ്ഞ ഹിജാബ് ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വിടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻറോൾമെൻറ്റ് കുറയും. അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? റീസണബിൾ അക്കോമഡേഷൻ വേണമെന്നാണ് പറയുന്നത്. കസാക്കിസ്ഥാനിൽ നടന്ന മീറ്റിംഗിൽ ഇന്ത്യ ടേംസ് പാകിസ്ഥാൻ എപ്പി സെൻറ്റർ ഓഫ് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് വെഹിമെൻ്റ്ലി ഓപ്പോസ് ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാനെ. ഏതാണ് ആ മീറ്റിംഗ് നോക്കാം. സ്പീക്കിംഗ് അറ്റ് ദ കോൺഫറൻസ് ഓൺ ഇൻട്രാക്ഷൻ ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഇൻ ഏഷ്യ. ഏതാണ് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞ ആ സംഘടനയുടെ മീറ്റിംഗാണ് കസാക്കിസ്ഥാനിൽ നടക്കുന്നത്. ഹെൽഡ് ഇൻ അസ്താന. മിസ് ലേഖി ആൾസോ അനൗൺസ് ദാറ്റ് ഇന്ത്യ വുഡ് ഹോസ്റ്റ് എ നമ്പർ ഓഫ് ഹൈ പ്രൊഫൈൽ കോൺഫറൻസസ് ഓൺ കൗണ്ടറിങ് ടെററിസം ദിസ് ഇയർ. അപ്പോൾ കൗണ്ടർ ടെററിസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരുപാട് കോൺഫറൻസസ് നടത്തുമെന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാകിസ്ഥാൻ ഈ പറഞ്ഞ ടെററിസത്തിൻ്റെ എപ്പി സെൻറ്ററായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ന്യൂസാണുള്ളത്. ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൺവേസ് കണ്ടോളൻസ് ഓവർ ഡെത്ത്സ് ഇൻ ഗാംബിയ. എന്തുമായി ബന്ധപ്പെട്ട മരണമാണ് ഗാംബിയയിൽ നടന്നിരുന്നത്? നമ്മൾ ന്യൂസ് അനാലിസിസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നുണ്ടാക്കിയ കഫ് സിറപ്സ് ഗാംബിയയിലെ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഗാംബിയയിലേക്ക് അയച്ചിരുന്നു, എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കൺസ്യൂം ചെയ്തിട്ട് അതിൽ എന്താ പറയുക ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറഞ്ഞ് കെമിക്കൽ കൂടിയിട്ട് എന്തുപറ്റി 69 കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത്. WHO ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു. മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടോളൻസസ് അറിയിക്കുകയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യ ക്രഷസ് തായ്ലാൻഡ് റീച്ചസ് ദ ഏഷ്യ കപ്പ് ഫൈനൽ ഫോർ 8th straight ടൈം. അപ്പോൾ 8ാമത്തെ തവണയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ഏഷ്യ കപ്പിൽ മത്സരിക്കുന്നത്. ഇന്ത്യ വുമൺ ടീം ഏഷ്യ കപ്പിലേക്ക് ഫൈനലിലേക്ക് എൻട്രി നേടിയിരിക്കുന്നത് തായ്ലാൻഡിനെ ക്രഷ് ചെയ്തിട്ടാണ്, തായ്ലാൻഡിനെ തോൽപ്പിച്ചിട്ടാണ്. അതാണ് ഇന്നത്തെ സ്പോർട്സ് ന്യൂസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. വി വിൽ സീ യു ടുമോറോ. ബൈ, ടേക്ക് കെയർ.